السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സനാബിൽ കുടുംബാംഗങ്ങളിലെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, പഠിതാക്കളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ സനാബിൽ ഖുർആൻ ക്വിസ് മത്സരം അതിൻ്റെ മൂന്നാം ഘട്ടത്തിലെ ഫൈനൽ റൗണ്ടോട് അവസാനിച്ചിരിക്കുകയാണ്. സൂറത്ത് സ്വാദിനെ ആസ്പദമാക്കിയാണ് നമ്മൾ കഴിഞ്ഞ പരീക്ഷ നടത്തിയത്. ഏറെ ആവേശകരമായ മത്സരമായിരുന്നു. പരീക്ഷകളും മറ്റും കാലത്താൽ 2 ദിവസം കൂടി നമ്മൾ നീട്ടിക്കൊടുത്തിരുന്നു. അല്ലാണ്ട് 10-68ഓളം പഠിതാക്കൾ പരീക്ഷ എഴുതി കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അതിൽ പരീക്ഷ എഴുതിയതിൽ 26 പേർക്കാണ് 20 മാർക്ക് കൊടുത്തത്. ഒന്നാം സ്ഥാനത്തിൻ്റെ നമ്പർ 8ആണ്. നമ്പർ 8 നിസ്മ പി. നിസ്മ നമ്പർ 8 നിസ്മ. നിസ്മ സി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ സ്ഥാനം ആർക്കാണ് എന്ന് പരിശോധിക്കാം. രണ്ടാമത്തെ സ്ഥാനത്തിന്റെ നറുക്കെടുപ്പ് നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. രണ്ടാം സ്ഥാനം നമ്പർ 19. രണ്ടാം സ്ഥാനം നമ്പർ 19 ആരാണ് എന്ന് നമുക്ക് നോക്കാം. നമ്പർ 19 യൂസുഫ് അലി എം. നമ്പർ 19 യൂസുഫ് അലി എം. എഴുതാം. നമ്പർ 19 യൂസുഫ് അലി എം രണ്ടാം സ്ഥാനത്തിന് അർഹനായി. ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് മൂന്നാമത്തത് ആരാണ് എന്ന് പരിശോധിക്കാം. മൂന്നാം സ്ഥാനം ആരാണ് എന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ ഭാഗത്താണ് മൂന്നാമത്തെ സ്ഥാനം നമ്പർ 3 നമ്പർ 3. ഓക്കെ. നമ്പർ 3 ആരാണ് നോക്കാം. നമ്പർ 3 മുനീറ ഇ ചേലക്കോട്. നമ്പർ 3 മുനീറ ഇ ചേലക്കോട്. മുനീറ ഇ ചേലക്കോടാണ് മൂന്നാമത്തെ സ്ഥാനം. മൂന്നാം സ്ഥാനം മുനീറ ഇ ചേലക്കോട്. ഓക്കെ. ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. നമ്മുടെ നറുക്കെടുപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. 3 സ്ഥാനക്കാരെ നമ്മൾ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഒന്നാം സ്ഥാനം ജസ്ന ഷെറിൻ, രണ്ടാം സ്ഥാനം യൂസുഫ് അലി എം, മൂന്നാം സ്ഥാനം മുനീറ ഇ ചേലക്കോട്. 3 സ്ഥാനക്കാരെ പ്രത്യേകം അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരെയും അഭിനന്ദിക്കണം. കാരണം എല്ലാവർക്കും ഒരേ മാർക്കാണല്ലോ. നമുക്ക് 3 ആളുകളെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സ്ഥാനക്കാരെ കണ്ടെത്താൻ പറ്റുള്ളൂ. സമ്മാനമൊക്കെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ വിശുദ്ധ ഖുർആനിന്റെ ഈ പദ്ധതി, പഠന പദ്ധതി, ഓൺലൈൻ സംവിധാനത്തിലൂടെയുള്ള ഈ പഠന പദ്ധതി ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും ഈ വിശുദ്ധ ഖുർആന്റെ പഠിതാക്കളാവുക, അതേപോലെ പഠിപ്പിക്കാൻ തയ്യാറാവുക. വിശുദ്ധ റമദാൻ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടെ, ആരോഗ്യത്തോടെ പൂർണ്ണമായും നോമ്പ് നോൽക്കാനും അതേപോലെ സർക്കാർ മുന്നേറാനുള്ള തൗഫീഖ് ആ വിശുദ്ധ റമദാനിക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ അൽഹംദുലില്ലാഹ് ഒരു വാർഷിക രൂപത്തിലേക്ക് ഇൻഷാ അല്ലാഹ് സനാബിൽ കടന്നു വരാൻ പോവുകയാണ്. കഴിഞ്ഞ റമദാനിലാണ് നമ്മൾ ആരംഭം കുറിച്ചത്. അതിന്റെ വാർഷിക മാസം കൂടിയാണ് ഇൻഷാ അല്ലാഹ്. ഖുർആന്റെ അവതരണ മാസം കൂടിയാണ് വിശുദ്ധ റമദാൻ. രണ്ടും കൂടി അൽഹംദുലില്ലാഹ് നമുക്ക് ഒരുമിച്ച് വരുമ്പോൾ
വല്ലാത്തൊരു സന്തോഷം സലാമിൽ കുടുംബാംഗം പ്രത്യേകിച്ചുണ്ട്, ഇതിന്റെ സംഘാടകർക്കുണ്ട്. അൽഹംദുലില്ലാഹ് ഏറ്റവും നല്ല പഠനരൂപത്തിലേക്ക് ഈ ക്ലാസ്സിനെ കൊണ്ടുപോകാൻ നയിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാർക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും നാഫിയായ അറിവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പ്രാർത്ഥന ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഉണ്ടാകണം. ഈ കൂട്ടത്തിൽ തന്നെ രോഗികളായിട്ടുള്ള പല ആളുകളുണ്ട്, എല്ലാവർക്കും ഉണ്ടാവും ശിഫയും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്ന പലരും ആശുപത്രികളുടെ വീടുകളുണ്ട്, എല്ലാവർക്കും ഉണ്ടാവും പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. ഈ വിശുദ്ധ ഖുർആൻ പഠിച്ച് നാളെ പല്ലവത്തെ പിന്നെ സ്വർഗം ലഭിക്കുന്ന മഹാസൗഭാഗ്യവന്മാർ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും ഒരിക്കൽ കൂടി ഈ സനാബിൽ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.